ഹലോ, എല്ലാവർക്കും ജാമീസ് വീട്ടിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ചില്ലി മയോണൈസിൻ്റെ റെസിപ്പിയാണ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയിട്ട് വന്നാലോ. ഇവിടെ ഞാൻ അതിന് വേണ്ടിയിട്ട് 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മഞ്ഞ ആവശ്യമില്ല, നമുക്ക് മുട്ടയുടെ വെള്ളം മാത്രം മതിയാകും. ഇനി നമുക്കിതിനെ മിക്സിയിലേക്ക് ഇടാം. വെള്ളത്തിൻ്റെ നനവില്ലാതിരിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം. മിക്സിയിലിട്ടൊന്ന് ചെറുതായിട്ട് അടിച്ചെടുത്ത് വറ്റൽമുളകാണിത്. ഇത് ഞാൻ 1 ടീസ്പൂൺ അളവിലിടുന്നുണ്ട്. നമ്മുടെ എരിവ് എത്രയാണോ അതിനനുസരിച്ച് വേണം വറ്റൽമുളക് ചേർക്കാനായിട്ട്. നല്ല എരിവ് ആവശ്യമുള്ളവർക്ക് അതിനനുസരിച്ച് വറ്റൽമുളകിൻ്റെ അളവും കൂട്ടാം. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് ചേർക്കുന്നത് വളരെ ചെറിയ അളവിൽ ഉപ്പാണ്. ഉപ്പ് നിങ്ങൾ ആദ്യം കുറഞ്ഞ അളവിൽ ചേർക്കുക. ആദ്യം തന്നെ ഒരുപാട് ഉപ്പിട്ടാൽ ഉപ്പിൻ്റെ അളവ് വല്ലാതെ കൂടിപ്പോകും. അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. മയോണൈസിന് ഒരു റെഡ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഒരുപാട് ഇടണ്ട. ഇനി നമുക്ക് ഇതിലേക്ക് ചെറിയൊരു വെളുത്തുള്ളിയുടെ ചവ വേണം. അതിനായിട്ട് 1 കഷ്ണം വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇടാം. 1 ടീസ്പൂൺ അളവിൽ നാരങ്ങ നീരും കൂടി ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ വിനാഗിരി ഉണ്ടെങ്കിൽ അതായാലും മതിയാകും. ഇതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് അടിച്ചെടുക്കാം. അതിനായിട്ട് സീറോയിൽ നിന്നും ബാക്കിലോട്ടുള്ള ഈ ഓപ്ഷൻ ഇതുപോലെ നമുക്ക് അടിച്ചെടുക്കാം. വെളുത്തുള്ളിയും മുളകും നാരങ്ങാനീരും എല്ലാം നന്നായിട്ടൊന്ന് അരഞ്ഞു വരാനാണ് നമ്മൾ ആദ്യം ഇതുപോലെ ചെയ്യുന്നത്. ഇവിടെ നന്നായിട്ടൊന്ന് മുട്ടയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും എല്ലാം ഒന്ന് അരഞ്ഞു വന്നിട്ടുണ്ട്. ഇവിടെ ഞാൻ 1/2 കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. 3 ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ഞാൻ ഇതിൽ ഒഴിക്കുന്നുണ്ട്. ഇനി നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഇതുപോലെ 3 തവണകളായിട്ടാണ് നമ്മളിവിടെ എണ്ണ ഒഴിച്ചെടുക്കുന്നത്. ഇപ്പോൾ നേരത്തേക്കാളും കുറച്ചും കൂടെ കട്ടിയായിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും അതുപോലെ തന്നെ 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചെടുക്കാം. നല്ല തിക്കായി വരുന്ന ടൈം എപ്പോഴാണോ അപ്പോൾ നമുക്ക് നമ്മുടെ മിക്സി ഓഫ് ചെയ്യാം. ഇവിടെ കണ്ടില്ലേ, നമ്മുടെ മയോണൈസ് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. 80 ml സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ മയോണൈസ് നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഗ്രില്ലിൻ്റെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. അതുപോലെ തന്നെ അത്യാവശ്യം എരിവൊക്കെ ഉള്ള മയോണൈസ് റെസിപ്പിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് വരും വരെ ബൈ ബൈ.